ഇന്ന് ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ തുടങ്ങാം. ഈ ഒരു ആധുനിക കാലത്ത് ഒരു കൂട്ടം മനുഷ്യർ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പരിശ്രമങ്ങളുടെയും ഫലമായി തെക്കൻ ഈജിപ്തിലെ നാസർ തടാകത്തിൻ്റെ അടിത്തട്ടിൽ എവിടെയോ മറഞ്ഞു പോകേണ്ടിയിരുന്ന അബൂ സിംബൽ എന്ന ഈ ഒരു മഹാനിർമ്മിതിയുടെ പുനരുദ്ധാരണത്തിൻ്റെ ചരിത്രം. 1960കളിലെ ജനുവരി മാസത്തിൽ ഈജിപ്തും സുഡാനും ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. പ്രശ്നം ഇതാണ്: ഈജിപ്തിലെ ഏറ്റവും വലിയ ഡാമായ അസ്വാൻ ഹൈ ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മാസങ്ങൾക്ക് ശേഷം അവർ ഏറ്റവും പുണ്യമായി കരുതിയിരുന്ന പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളും മറ്റ് വലിയ മോണുമെൻറ്റുകളും ഡാമിൽ ജലം ഉയരുന്നതിൻ്റെ ഫലമായി ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ മറഞ്ഞു പോകുന്ന ഒരു വലിയ അവസ്ഥയുണ്ടാകുന്നു. പ്രശ്നത്തിലെ സങ്കീർണതകൾ മനസ്സിലാക്കിയ ഈജിപ്തും സുഡാനും പരിഹാരത്തിനായി ലോക പൈതൃക സംഘടനയായ യുനെസ്കോയുടെ അടുത്ത് അതിനുള്ളൊരു സഹായം അഭ്യർത്ഥിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഇന്ന് വരെ കാണാത്ത ഒരു മഹായജ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. കൂറ്റൻ യന്ത്രങ്ങളുടെയും ക്രെയിനുകളുടെയും ഒക്കെ സഹായത്തോടുകൂടി ഒരു 2000-ൽ പരം ജോലിക്കാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അനേകം എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റും അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി നമ്മൾ ഇനി കാണുവാൻ പോകുന്ന പുരാതന ക്ഷേത്രങ്ങളായ അബൂ സിംബലും മറ്റ് പല ക്ഷേത്രങ്ങളും പഴയ സ്ഥാനത്ത് നിന്നും പല വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വലിയ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒരു 280 മീറ്റർ മുകളിലുള്ള ഒരു ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. 1964-ൽ തുടങ്ങി 68 ആകുമ്പോഴേക്കും ഈ ക്ഷേത്രങ്ങളുടെ ഭൂരിഭാഗവും അവർ അത്തരത്തിലിങ്ങനെ മാറ്റി സ്ഥാപിച്ചിരുന്നു. ഇനി നമ്മൾ കാണുവാൻ പോകുന്ന വലിയ നിർമ്മിതികളായ അബൂ സിംബലും നെഫർത്തേരി ക്ഷേത്രവും കാണുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈജിപ്തിന് തെക്ക് ഈ ഒരു സുഡാൻ അതിർത്തിയിൽ നുബിയൻ ജനങ്ങളുടെ ഇടയിൽ തൻ്റെ പ്രതാപം അറിയപ്പെടുന്നതിന് വേണ്ടിയും അവരെ കൊണ്ട് തന്നെ ആരാധിപ്പിക്കുന്നതിനും വേണ്ടി ഒരു 3267 വർഷങ്ങൾക്ക് മുമ്പ് റാംസസ് രണ്ടാമൻ എന്ന കരുത്തനായ ഫറവോ നിർമ്മിച്ച ഒരു മഹാനിർമ്മിതി. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വലിയ നിർമ്മിതി നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഒരു ആധുനിക കാലത്ത് മനുഷ്യൻ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒത്തൊരുമയുടെയും ഒരു വലിയ നേർക്കാഴ്ച. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സമയം അതിരാവിലെ 4 മണിയായി. നമ്മളൊരു വലിയ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണ്. ലോക പ്രശസ്തമായ അബൂ സിംബൽ എന്ന മഹാനിർമ്മിതി കാണുവാനായിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഒരു 3.5 മണിക്കൂർ എടുത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വേണം സുഡാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മഹാനിർമ്മിതി നമുക്കിന്ന് കാണുവാൻ. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഈജിപ്റ്റ് സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. കാരണം അത്തരത്തിലുള്ള നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് പുതിയ വീഡിയോകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ട ഊർജം തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് കിടക്കാം. ഈ യാത്ര തുടങ്ങിയത് ഈജിപ്തിലെ അസ്വാൻ എന്ന പ്രദേശത്തു നിന്നുമാണ്. നിങ്ങൾ ഈ ഒരു മാപ്പ് ശ്രദ്ധിച്ചാൽ ഈജിപ്തിൻ്റെ താഴെയുള്ള ഒരു പ്രദേശമാണ് അസ്വാൻ. ഇവിടെ നിന്നും ഏകദേശം ഒരു 283 കിലോമീറ്റർ, ഒരു 3.5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്ത് വേണം അബൂ സിംബലിൽ നമുക്ക് എത്തിച്ചേരേണ്ടത്. അബൂ സിംബലിൽ നിന്നും ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ സുഡാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്ത് എത്തിച്ചേരും. അബൂ സിംബൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെ നുബിയ എന്നാണ് വിളിക്കുന്നത്. ലേക്ക് നാസർ തടാകത്തിൻ്റെ തീരത്താണ് അബൂ സിംബൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ വലിയ ഒരു മാൻമെയ്ഡ് ലേക്കാണ് ലേക്ക് നാസർ. ഏകദേശം ഒരു 341 മൈൽ നീളവും 22 മൈൽ വൈഡൊക്കെ ആയിട്ടുള്ള വലിയ ഒരു തടാകമാണ് ഈ ഒരു മാൻമെയ്ഡ് തടാകം. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് കാണുന്നുണ്ട്. ഇനി ഈ യാത്രയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു കോൺവോയ് സിസ്റ്റം ആയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ 4 മണിക്ക് വാഹനങ്ങളുടെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പായി ഈ മരുഭൂമിയിലൂടെ യാത്ര നടത്തുന്നു. അതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. കാരണം ഈ പോകുന്ന ഏതെങ്കിലും ഒരു വാഹനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടാവുകയോ ചെയ്താൽ ആ ഒരു കോൺവോയ് സിസ്റ്റത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മറ്റ് വാഹനങ്ങളുടെ ഒരു സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡെസേർട്ടിനുള്ളിൽ വാഹനം തടഞ്ഞ് മോഷണങ്ങൾ നടത്തുന്നവരിൽ നിന്നും
നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കോൺവോയ് സിസ്റ്റം കൊണ്ട് നമുക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ പറയാം, രാവിലെ 5 മണി കഴിഞ്ഞ് മാത്രമേ ഇവർ ഈ ഡെസേർട്ടിലേക്കുള്ള ഈ ഒരു ഗതാഗതം അവർ ആരംഭിക്കുകയുള്ളൂ. ഇനി ഞാൻ പറയുന്നത് നമുക്ക് അബു സിംബലിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് എത്തിച്ചേരാം. ചില ഓപ്ഷൻസൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൽ ഒന്ന്, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ നിന്നും ഒരു ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് അബു സിംബലിൽ എത്തിച്ചേരാം. ഒരു 1.5 മണിക്കൂർ എടുക്കും ആ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവർ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അല്പം ബുദ്ധിമുട്ടാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓപ്ഷൻ, അസ്വാൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് അബു സിംബലിൽ എത്തിച്ചേരാം. കാര്യം ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുമെങ്കിലും ഇത് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു യാത്രയിൽ നമുക്ക് ഈ ഡെസേർട്ടിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ സൺറൈസ് ഒക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കണതാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. നേരം 6:45 ഉള്ളൂ. ഒരു ചെറിയൊരു സെറ്റപ്പ് കേട്ടോ. ഇതിൽ ഈ റൂട്ടിൽ കൂടെ പോകുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത്. പിന്നെ ഇവിടുന്ന് ചായ കിട്ടും. ഈ ഒരു ചായക്ക് കട്ടൻ ചായ, കട്ടൻ ചായ അല്ല, കട്ടൻ കാപ്പിയാണ് കേട്ടോ. ഈ ഒരു കട്ടൻ കാപ്പിക്ക് 50 ഈജിപ്ഷ്യൻ പൗണ്ടാണ് അവർ മേടിക്കുന്നത്. നല്ല പൈസയാണ്. പക്ഷെ എന്നാലും കട്ടൻ കാപ്പിയല്ലേ, നമുക്ക് രാവിലെ ഒരു കാപ്പിയെ കുടിക്കാമല്ലോ. പിന്നെ പറയേണ്ടത്, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതാണ് രസം. കാര്യം വൃത്തിയുള്ള ടോയ്ലറ്റൊക്കെയാണ്. ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് നമുക്കൊന്ന് പ്രവേശിച്ചിട്ട് ഇറങ്ങി വരണമെങ്കിൽ 10 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുക്കണം. കാരണം ഈ മരുഭൂമിയിൽ വേറെ എവിടെ പോയി ടോയ്ലറ്റ് പോകാൻ. അപ്പോൾ അതുകൊണ്ട് അവർ 10 ഈജിപ്ഷ്യൻ പൗണ്ട് അതിനും മേടിക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് ഈ കടയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ. ഇത് ടോയ്ലറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണിത്. അപ്പുറത്ത് ചായ മേടിക്കുന്നവർ. പിന്നെ അതെ ഈ വണ്ടികളൊക്കെ ഇവിടെ കിടക്കണ കേട്ടില്ല, വണ്ടികൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഡെസേർട്ടിൻ്റെ ഒരു ഡെസേർട്ടാന്നേ, ഇതിൻ്റെ നടുക്കായിട്ട് വേണം പറയാം. ഇവിടെ നമുക്ക് പല രാജ്യത്തു നിന്നുള്ളവരെ കാണാം. പല രാജ്യത്തു നിന്നുള്ളവരെ. എൻ്റെ ഇപ്പം ഇവൻ്റെ തൊട്ടടുത്തത് ചൈനീസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്. ചൈനീസ് എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ ഇവിടെ ചൈനീസിനെ കുറവാണ് കാണുന്നത് ഈജിപ്തിൽ. അതെന്താ കാരണം എനിക്കറിയില്ല. ഇവിടെ ഫുൾ യൂറോപ്യൻസ് ആണ്. അവരുടെ കൂടാരമാണ് ഇവിടെ. വെയിൽ അടിച്ച് വന്നുണ്ട് കേട്ടോ. വെയിലിന് നല്ല ചൂടായി വരുന്നുണ്ട്. പുറത്തേക്കടൊക്കെ ഒന്ന് നടന്ന അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ പുറത്തുള്ളൊരു കാഴ്ചകൾ കണ്ടില്ലേ. ഇങ്ങനെ വിശാലമായ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മരുഭൂമി പോലെ കിടക്കുക. അതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഈ ഒരു സെറ്റപ്പാണ് ഈ കട, ചായക്കടയൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ഉടനെ തന്നെ കാറിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കാറിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അബു സിംബൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമുക്കത് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ അവൻ അത്രയ്ക്ക് പ്രശസ്തമാണ്, ലോക പ്രശസ്തമാണ് അബു സിംബൽ. ഈജിപ്തിൽ വന്നു കഴിഞ്ഞാൽ അസ്വാനിൽ വന്ന് ഈ അബു സിംബൽ കാണണം എന്നാണ് എല്ലാവരും പറയണത്. അത്രയ്ക്ക് ഒത്തിരി ഉണ്ട് സംഭവങ്ങൾ. നമ്മൾ ഇനി അബു സിംബലിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് ഒരു 1/2 മണിക്കൂർ കൂടിയേ നമുക്ക് യാത്രയുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു മഹാനിർമ്മിതി നിർമ്മിച്ച റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫറോയെ പറ്റി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈജിപ്തിലെ പിരമിഡുകളുടെ നാടായ കൈറോയും ഫറോമാരുടെ പുണ്യഭൂമിയായ ലക്സോറും ഒക്കെ കടന്ന് ഈ ഒരു വളരെ ദൂരം പിന്നിട്ട് ഈ ഒരു സുഡാൻ അതിർത്തിയിൽ റാംസസ് രണ്ടാമൻ ഫറോ ഇത്തരത്തിലുള്ള ഒരു മഹാനിർമ്മിതി നിർമ്മിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ താമസിച്ചിരുന്ന നുബിയൻ ജനങ്ങളുടെ ഇടയിൽ തൻ്റെ വ്യക്തിപ്രഭാവം കാണിക്കുന്നതിനും അവരെക്കൊണ്ട് തന്നെ ആരാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു. ഈജിപ്തിനെ ഒരു ഗോൾഡൻ ഏജിലേക്ക് കൊണ്ടുവന്ന ഒരു ഫറോയായിരുന്നു റാംസസ് രണ്ടാമൻ. ഒരു 3302 വർഷങ്ങൾക്ക് മുൻപ് 66 വർഷം ഇദ്ദേഹം ഈജിപ്തിനെ ഭരിച്ചു. അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് 1274 BC നടത്തിയ ബാറ്റിൽ ഓഫ് കദീഷ് എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധമാണ്. ഈ ഒരു കദീഷ് എന്നത് ഇന്നത്തെ സിറിയയുടെ ഒരു പ്രദേശമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ അബു സിംബലിൻ്റെ ചുവരുകളിൽ ഈ യുദ്ധത്തെപ്പറ്റി വളരെ വെൽ റെക്കോർഡഡ് ആയിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങൾ കൊണ്ട് എഴുതിയും
എഴുതിയും വരച്ചും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വലിയ നിർമ്മിതികളും ബിൽഡിങ്ങുകളും ഒക്കെ അദ്ദേഹം ത്രൂ ഔട്ട് ഈജിപ്തിലും അതേപോലെ തന്നെ ഈ ഒരു നുബിയ എന്ന് പറയുന്ന പ്രദേശങ്ങളിലും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 പ്രിൻസിപ്പൽ ഭാര്യമാരും 6 സെക്കൻഡറി ഭാര്യമാരും മറ്റ് സ്ത്രീകളിൽ നിന്നുമെല്ലാമായി അദ്ദേഹത്തിന് 100-നടുത്ത് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ നെഫർതെറിയാണ് ചരിത്രത്തിൽ ഇടം നേടുന്നത്. നമ്മൾ ഇനി കാണുവാൻ പോകുന്ന അബു സിംബലിൻ്റെ അടുത്ത് തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ നെഫർതെറിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ചെറിയ ഒരു ക്ഷേത്രവുമുള്ളത്. ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി നമ്മുടെ യാത്രയിലേക്ക് തുടരാം. ഞങ്ങളിങ്ങനെ അബു സിംബലിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള ഒരു സ്ഥലമൊക്കെ കാണാം. ഇത് ഞങ്ങളുടെ മുന്നേ പോകുന്ന ആൾക്കാരാണ്. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ഈ അബു സിംബലിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കാഴ്ചയാണ്. നമ്മൾ അത്യധികം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന അബു സിംബൽ എന്ന ഗ്രേറ്റ് ടെമ്പിളിൻ്റെ മുൻവശത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് ഫറവോ റാംസസ് രണ്ടാമൻ്റെ ഒരു 65 അടിയോളം പൊക്കമുള്ള 4 കൂറ്റൻ പ്രതിമകളാണ്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി കണ്ടിരുന്ന ഫറവോയുടെ വലിയ 4 ശില്പങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശങ്ങളിലെല്ലാം ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളാൽ പഴയ ആ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരം ഇങ്ങനെ എഴുതിയും വരച്ചും ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാനാവും. ഫറവോയുടെ ഈ 4 പ്രതിമകളുടെയും കാൽച്ചുവട്ടിൽ ചെറിയ ചില സ്റ്റാച്യൂസുകൾ നമുക്ക് കാണാം. അവയെല്ലാം ഫറവോയുടെ അമ്മയുടെയും ഭാര്യമാരുടെയും പെൺമക്കളുടെയും ശില്പങ്ങളാണ്. അബു സിംബലിൻ്റെ മുൻവശത്തായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാസർ തടാകം. അസ്വാൻ ഹൈഡാമിൻ്റെ പണി പൂർത്തിയായ സമയത്ത് രൂപപ്പെട്ട ഒരു വലിയ മനുഷ്യനിർമ്മിത തടാകമാണിത്. ഇതിങ്ങനെ ഈജിപ്തിലും സുഡാനിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വളരെ വലിയ ഒരു തടാകമാണിത്. ഈ ഒരു തടാകത്തിൻ്റെ അടിത്തട്ടിൽ എവിടെയോ മുങ്ങിപ്പോകേണ്ടതായിരുന്നു ഈ ഒരു ഗ്രേറ്റ് ടെമ്പിൾ. യുനെസ്കോയുടെ മേൽനോട്ടത്തിൽ വലിയ യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തോടെ ഒട്ടനവധി മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു തടാകത്തിൽ ജലം ഉയരുന്നതിന് മുമ്പ് തന്നെ 1959-60 കാലഘട്ടങ്ങളിൽ ഈ ഒരു ക്ഷേത്രത്തെ വലിയ കഷ്ടങ്ങളാക്കി മുറിച്ച് ഈ ഒരു ഗ്രേറ്റ് ടെമ്പിളിനെ നമ്മൾ ഇന്ന് ഈ കാണുന്ന വിധം ഈ ഒരു ആധുനിക ലോകം ഇങ്ങനെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും, ഈ ഒരു 4 പ്രതിമകളിൽ ഒന്നിൻ്റെ തല തകർന്നതായിട്ട് നമുക്ക് കാണാം. പണ്ട് എന്നോ ഉണ്ടായ ഭൂമി കുലുക്കത്തിലായിരിക്കാം ഇത് തകർന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രം ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ച വേളയിൽ ഇത് കൂട്ടി യോജിപ്പിക്കാം എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നുവെങ്കിലും അത് ആ ഒരു പഴയ രീതിയിൽ തന്നെ സംരക്ഷിക്കുവാനായിട്ടാണ് ഈജിപ്റ്റ് അന്ന് തയ്യാറായത്. അതുകൊണ്ടാണ് ഈ 4 പ്രതിമകളിൽ ഒന്നിൻ്റെ തല ഇങ്ങനെ താഴെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. ഈ ഒരു മഹാത്ഭുതം കാണുവാനായിട്ട് ഒട്ടനവധി പേരാണ് ഇവിടെ എവിടെയും നമുക്ക് കാണാനാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു പ്രവേശന കവാടത്തിൻ്റെ വശത്ത് നമുക്ക് കാണാനാവുന്നത് BC 1272 നടന്ന ബാറ്റിൽ ഓഫ് കദീഷ് യുദ്ധത്തിൽ ഫറവോ കൊണ്ടുവന്ന ഹിറ്റൈറ്റ് എംപയറിൻ്റെ തടവുകാരുടെ ചിത്രങ്ങളാണ്. ഈ ഒരു യുദ്ധത്തിൻ്റെ കൂടുതൽ ചുവർ ചിത്രങ്ങൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തും നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇരുവശങ്ങളിലുമായി കാണുന്ന 8 കൂറ്റൻ പ്രതിമകളെയാണ്. ഈ ഫലഭൂഷ്ടിയുടെയും കൃഷിയുടെയും ഒക്കെ ദൈവവുമായി കണ്ടിരുന്ന ഒസിറിസ് ദേവനുമായി റാംസസ് രണ്ടാമനെ ഈ ഒരു പ്രതിമകളിൽ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകളിലെല്ലാം ധാരാളം ചുവർച്ചിത്രങ്ങൾ നമുക്ക് കാണാനാവും. ഒരു 3200 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഒരു സൃഷ്ടികൾ ഒരു വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഈ ഒരു ആധുനിക ലോകം ഇങ്ങനെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വളരെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.
ഇനി നമുക്ക് മറ്റ് ചുവർ ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായും റാംസസ് രണ്ടാമൻ ഖദീഷിലും ലിബിയയിലും നുബിയ പ്രദേശങ്ങളുമായി നടത്തിയ യുദ്ധങ്ങളുടെ രംഗങ്ങളും യുദ്ധവിജയങ്ങളും എല്ലാം ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ഒരു ക്ഷേത്രം റാംസസ് രണ്ടാമനെ പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയിരുന്ന യുദ്ധങ്ങളുടെ എല്ലാം നേർക്കാഴ്ചകളാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളിൽ നമുക്ക് കാണാനാവുന്നത്. അതേപോലെ തന്നെ ഒരു കാലത്ത് ഈജിപ്ഷ്യൻ ദേവന്മാരായി കണ്ടിരുന്ന അമുൻറ, റാ ഹറാക്തി, പാത്ത് എന്നിവർക്കും റാംസസ് രണ്ടാമനും ഇവിടെ ആരാധനകളൊക്കെ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവർ 4 പേരും ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാനാവുന്നത്. ഈ ഒരു ഗ്രേറ്റ് ടെമ്പിളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞാനിനി പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായി ഇങ്ങനെ കാത്ത് നിൽക്കുന്നത്. നമ്മൾ ഇനി അടുത്തതായി പോകുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള നഫർത്തേരി ടെമ്പിളിലേക്കാണ്. റാംസസ് രണ്ടാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ നഫർത്തേരിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. ഇത് രണ്ടും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രവും 1959-60 കാലഘട്ടങ്ങളിൽ ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചതാണ്. ഇനി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഈ ക്ഷേത്രത്തിന് മുൻവശത്തായി ഏകദേശം 10 മീറ്ററോളം പൊക്കമുള്ള 6 വലിയ പ്രതിമകൾ നമുക്ക് കാണാനാവും. ആ പ്രതിമകൾ റാംസസ് രണ്ടാമൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നഫർത്തേരിയുടെയുമാണ്. ഈ ഒരു പ്രതിമകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകും. ഫറവോയോടൊപ്പം തന്നെ ഉയരമുള്ളതാണ് നഫർത്തേരിയുടെയും. അതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് അന്ന് നഫർത്തേരിക്ക് കൊടുത്തിരുന്ന ആ ഒരു പദവിയും ആദരവും എല്ലാമാണ്. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനാവുന്നത് എവിടെയും ഹാത്തൂർ ദേവതയുടെ ശില്പങ്ങളാണ്. ഒരു പുരാതന ഈജിപ്ഷ്യൻ ദേവതയാണ് ഹാത്തൂർ. അതേപോലെ തന്നെ ഈ ചുവരുകളിലെല്ലാം നഫർത്തേരിയുടെയും റാംസസ് രണ്ടാമൻ്റെയും ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനാവും. ഇവ കൂടാതെ ഈജിപ്ഷ്യൻ ദേവന്മാരായ ഹോറസിൻ്റെയും തോത്തിൻ്റെയും ഐസിസിൻ്റെയും മാറ്റിൻ്റെയും അങ്ങനെ ഒട്ടനവധി ദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം ഈ ഒരു ചുവരിൽ ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. ഈ ഫറവോയും നെഫർത്തേരിയും ഈ ദേവന്മാരും ദേവതകളും ഉള്ള സംഭാഷണങ്ങളും എല്ലാമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അങ്ങനെ നമ്മൾ വലിയ ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ പുറത്തേക്ക് നടക്കാം. നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു 2 ക്ഷേത്രങ്ങളുടെ പുറകുവശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വലിയ മലകൾ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ഒരു മഹാത്ഭുതം തന്നെയാണ് അല്ലേ? അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ക്രൂയിസ്. ഈ ഒരു അബു സിംബലിൻ്റെ അടുത്ത് ഒരു ക്രൂയിസ് വന്ന് കിടക്കുന്നു. അവിടെ വന്ന് ഇറങ്ങി അബു സിംബൽ കണ്ട് തിരിച്ച് അവർക്ക് ആ ക്രൂയിസിലേക്ക് പോകാം. വളരെ നല്ല ഒരു സൗകര്യമാണിത്. അബു സിംബൽ കാണുവാനായിട്ട് ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും നടക്കുവാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ കാറുകളിൽ ഇവർക്കിവിടെ വന്ന് അബു സിംബൽ കണ്ട് തിരിച്ചു പോകാവുന്നതാണ്. നമ്മൾ ഈ അബു സിംബലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ പോകുന്ന വഴികളിൽ ഇരുവശവും ഒരുപാട് കച്ചവടക്കാരെയൊക്കെ കാണാം. ഈജിപ്ഷ്യൻ കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാം. അവർ നമ്മളെ നിർബന്ധിക്കും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവർ കാണുക. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഞാനിങ്ങനെ കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. ഇനിയും രാജ്യങ്ങൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ല അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.